മലപ്പുറം മണ്ണാർ മലയിൽ വീണ്ടും പുലി ഇറങ്ങി. തുടർച്ചയായ രണ്ടാം ദിവസവും പുലിയുടെ ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞതോടെ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ. പുലിയെ മയക്കുപിടി വെച്ച് പിടികൂടണമെന്നാണ് ആവശ്യം. ഒന്നിൽ കൂടുതൽ പുലികൾ മേഖലയിൽ ഉണ്ടോ എന്ന സംശയവും നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട്. പെരിന്തൽമണ്ണ മണ്ണാർമലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഈ മണ്ണാർമലയിലെ ഈ നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിയുന്ന പുലിയുടെ ദൃശ്യവും വാർത്തയൊക്കെ കാണുന്നതാണ്. പക്ഷേ ഒരു പുലിക്കൂട് വെച്ചിട്ടുണ്ട്. നാട്ടുകാരൊക്കെ പുലിയെ പിടികൂടാൻ ജാഗരൂകരായി നിൽക്കുന്നുണ്ട്. പക്ഷേ പുലിയെ മാത്രം പിടിക്കാനാവുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ്. മാസങ്ങളായിട്ട് തുടരുന്നൊരു ഭീതിയാണ് ഈ നാട്ടുകാർക്ക് പുലി. കുറേ ദിവസമായില്ലേ കൂട് ഒന്നിൻ്റെ അടുത്ത് മാറ്റി സ്ഥാപിച്ചു, പക്ഷേ പുലി കുടുങ്ങുന്നില്ല. ഇല്ല, ഇപ്പൊ നമ്മള് കൂട് ഇവിടെ സ്ഥാപിച്ചിട്ട് ഏകദേശം ഒരു 2-3 മാസത്തോളായി. ഇപ്പോൾ ഈ പുലിയുടെ പ്രശ്നം ഏകദേശം ഒരു രണ്ട് വർഷത്തിലധികമായിട്ട് പുലി ഇവിടെ ഉണ്ട് എന്നുള്ള, പുലിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ നാട്ടുകാർ ക്യാമറ വെച്ചു. ക്യാമറയിൽ പുലിയുടെ ചിത്രങ്ങളും വീഡിയോകളും പകർത്തി വനംവകുപ്പ് തെളിവാക്കിയിട്ടുണ്ട്. വനംവകുപ്പ് അധികൃതർക്ക് ഞങ്ങളത് കൊടുക്കുകയും അവർ പുലിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അതിനൊരു ഫലപ്രദമായ നടപടി, സാധാരണ ഇതിൽ അവരൊരു കൂട് സ്ഥാപിച്ചു എന്നതിലപ്പുറം പിന്നെ ഇത്രയും ജനവാസ മേഖലയായിട്ടുള്ള, അതേപോലെ ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന ഈ റോഡിൽ അത്രയും ഭീതി നിലനിൽക്കുകയാണ്. ഇപ്പോൾ രാത്രിയൊക്കെ യാത്രക്കാർ പോകുമ്പോൾ, ബൈക്ക് യാത്രക്കാർ പോകുമ്പോൾ ഈ പുലിയെ കണ്ട് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടം പറ്റിയ അവസ്ഥയുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ആക്രമണമൊക്കെ നടന്ന് അതൊരു വലിയ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനിയും ഒരു ആക്രമണം, വന്യമൃഗ ആക്രമണം ഇവിടെ ഉണ്ടാവുന്നതിന് മുമ്പ് ഇതിനുള്ള ഫലപ്രദമായ നടപടി വനംവകുപ്പ് അധികൃതർ സ്വീകരിക്കണം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ മന്ത്രിയെ നേരിട്ട് ഇന്നലെ മന്ത്രിയെ നേരിട്ട് ഞങ്ങൾ മണ്ണാർമല പൗരസമിതിയുടെ നേതൃത്വത്തിൽ സമീപിക്കുകയും അദ്ദേഹത്തിന് നിവേദനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കാര്യക്ഷമമായ നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം ആവുമെന്ന് ഞങ്ങൾക്കറിയില്ല. അതെ 2 ദിവസമായി അടുപ്പിച്ച് പുലിയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിയുന്നു. വനംവകുപ്പ് ഈ കൂട് സ്ഥാപിച്ചതല്ലാതെ കൂടുതലൊന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ കാര്യമായിട്ട് ഉന്നയിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു കൂട് വെച്ചിട്ട് ഈ ഒരു പുലി കയറാത്തൊരു സംഭവമുണ്ട്. അപ്പോൾ മയക്കുവെടി വെക്കാനുള്ളൊരു ഓർഡർ മേലിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഉദ്യോഗസ്ഥർ അത് ആ രീതിയിലേക്ക് നീങ്ങുകയല്ല, അല്ലാതെ മറ്റുള്ള രീതിയിലൊന്നും ഇവിടെ വിജയമാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് പുന്നയൂർശി, മണ്ണാർമല, മങ്കട, പിന്നെ കാര്യവട്ടം, ഈ മുല്ലയൂർശി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇതിങ്ങനെ റൗണ്ട് ചുറ്റാണ്. ഒരു ദിവസത്തിൽ തന്നെ ഒരേ ദിശയിലൂടെ പല സമയങ്ങളിലായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വീടുകളുടെ അടുത്തുകൂടിയാണ് ഇപ്പോൾ ഇത് പോകുന്നത്. അപ്പോൾ വളരെ ആശങ്കയോടുള്ളൊരു സമയമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇത്രയും തെളിവുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് നാട്ടുകാർ നിരന്തരമായിട്ട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നമുക്ക് വേണ്ട രീതിയിലുള്ളൊരു നടപടിയിലേക്ക് ഇത് പോകുന്നില്ല എന്നുള്ളതാണ്. പുലി ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമായിട്ട് സ്ഥിരമാണെങ്കിലാണ് മയക്കുപിടിക്ക് സാധ്യതയാണ് വനംവകുപ്പ് പറയുന്നത്. ഇത് എവിടെ നിന്ന് കണ്ടെത്തുക? ഓരോ സമയത്ത് ഓരോ സ്ഥലത്താണ്. അതൊരു പ്രതിസന്ധിയല്ലേ? പക്ഷേ എല്ലാ ദിവസങ്ങളിലും എവിടെ കണ്ടാലും അതിൻ്റെ മെയിനായിട്ട് ഈ ഒരു ഭാഗത്ത് ഇപ്പം നമ്മളിവിടെ ക്യാമറ വെച്ചുകൊണ്ടാവാം സ്ഥിരമായിട്ട് ഒരു ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്ത് സ്ഥിരം തമ്പടിക്കുന്നുണ്ട്. അത് പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ റോഡിൻ്റെ 2 വശങ്ങളിലായിട്ട് പഴയകാലത്തെ ആളുകൾ പറയുന്നതും ഇപ്പോഴൊക്കെ ചെന്നാലും കാണാൻ കഴിയുന്നതാണ് ഈ നരിമട പോലത്തെ മടകളുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ വാസസ്ഥലം, പിന്നെ മറ്റുള്ള ഇപ്പോൾ ഇവിടുത്തെ റബ്ബർ തൊഴിലാളികളൊക്കെ ഈ പന്നിയുടെയും മറ്റുള്ള അവശിഷ്ടങ്ങളൊക്കെ നിരന്തരമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ താമസിക്കുന്ന ഒരു ഏരിയയാണിത്. അതുകൊണ്ടാണ് കൂടുതൽ ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ MLA അടക്കം ഇതിൽ ഇടപെട്ട് നമ്മൾ കണ്ടതാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു ആവശ്യത്തിന് കാര്യമായിട്ടുള്ള ഒരു പരിഗണന കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും കിട്ടുന്നില്ല. ഇപ്പോൾ ദിവസം തോറും 100 കണക്കിന് വണ്ടികൾ പോകുന്ന പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന ഒരു ബൈപ്പാസ് റോഡാണ് ഈ മാട് റോഡ് പറഞ്ഞ ഈ പ്രദേശം. ഇവിടെയാണ് ഒരു ദിവസം തന്നെ 2-3 തവണ ഞങ്ങൾ നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം കാണുന്നത്. എന്നിട്ടും അധികൃത ഭാഗത്തുനിന്ന് യാതൊരുവിധ ഒരു പ്രതിരോധവും അവർക്ക് തീർക്കുന്നില്ല, നടപടി ഉണ്ടാവുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടാവും. റോഡ് ഉപരോധം പോലുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന രീതിയിൽ തന്നെ ക്യാമറ വെച്ചിട്ടുള്ളത്. ഞങ്ങളെ ക്യാമറയിൽ കുടുങ്ങാന്നല്ലാതെ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരുവിധ നടപടി ഉണ്ടാകുന്നില്ല. MLA ഇടപെട്ടു, ഇവിടുത്തെ ജനപ്രതിനിധിയാണ് ഹൈദർ. അപ്പം ഇവരൊക്കെ സജീവമായിട്ട് ഇതിൻ്റെ പിന്നാലെ ഉണ്ട്. പക്ഷേ ഒരു കാര്യമില്ല. ഈ കൂടുതൽ സ്ഥലത്ത് സ്ഥാപിക്കണമെന്നുണ്ടോ?
കൂടുകൾ കൂടുതൽ സ്ഥലത്ത് സ്ഥാപിക്കണം എന്നുള്ളത് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഞങ്ങൾക്കുള്ളൊരു വെല്ലുവിളി എന്ന് വെച്ചാൽ ഇതിലേക്ക് വെക്കുന്ന ഇരകളെ ഞങ്ങൾ തന്നെ സംരക്ഷിച്ച് പരിപാലിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ഞങ്ങൾക്ക് വലിയൊരു തലവേദനയാണ് എല്ലാ സമയങ്ങളിലും. ഇവിടെ ഇപ്പോൾ നമുക്കൊരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടായിട്ട് പോലും അത് എത്തിപ്പെടാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതിൽ മയക്കുവെടിക്കാണ് കൂടുതൽ സ്കോപ്പ് ഉള്ളത്. കാരണം ഒരേ റൂട്ടിൽ എന്തായാലും ഒരാഴ്ചയിൽ 2-3 പ്രാവശ്യം ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നുണ്ട്. അതിന് ട്രാഫിക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വിഷയങ്ങളൊക്കെ ഞങ്ങൾ അധികൃതരെ അറിയിച്ചാണ്. അതാണ് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത്. കൂടുതലിടങ്ങളിൽ സ്ഥാപിക്കുന്നതിനൊക്കെ കൂടുതൽ മയക്കുവെടി വെച്ച് ഇതിനെ പിടികൂടാൻ വേണ്ട നടപടി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക്, റോഡ് ഉപരോധത്തിലേക്കൊക്കെ കടക്കുമെന്നും ഈ നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം അത്രമാത്രം അവർക്ക് ഈ പുലി വലിയ ആശങ്കയാണ് തീർത്തിരിക്കുന്നത്. മണ്ണാർമലയിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18.